ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പേരക്കത്തോട്ടത്തിൽ നിന്ന് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് പേരക്കയുണ്ട്, ഒരുപാട് തൈകൾ നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിലൊത്തിരി പേരക്ക ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേരക്ക ഉണ്ടാവുമ്പോൾ നല്ല വലിയ പേരക്കയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചില റോഡ് സൈഡുകളിലൊക്കെ നമ്മൾ കാണാറില്ല, ചില ചേച്ചിമാരിങ്ങനെ വലിയ ഒരു തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു, ഒരുപാട് നല്ല വലിയ നല്ല മധുരമുള്ള പേരക്കയൊക്കെ വിൽക്കാനായിട്ട് വെക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം കേട്ടോ. പക്ഷേ അതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പേരക്ക കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പേരക്ക ഇങ്ങനെ പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കിളിയൊക്കെ വന്ന് കൊത്തുന്നത് കൊണ്ടും പിന്നെ കേടായിട്ട് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന് മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇടയ്ക്ക് പറിക്കാറുണ്ട്. നമ്മളിങ്ങനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് കിളിയൊന്നും കൊത്താതെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം തൊട്ടപ്പോത്തിനും കയ്യിൽ പോന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് നല്ലോണം പഴുത്ത് ഇങ്ങനെ തൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീഴും എന്നുള്ളൊരു രീതിയിൽ. അപ്പോഴാണ് ഞങ്ങൾ പറിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാകെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പേരക്ക കൊണ്ട് തന്നെ നമുക്ക് ഓക്കെ ആണ്, എല്ലാവർക്കും കൊടുക്കാനും കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അത്ര വലിയ പേരക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം മാത്രം പൊട്ടിച്ചുള്ളൂ. മറ്റേത് പഴുത്തിട്ടുണ്ട്, ഓൾറെഡി പഴുത്ത് നിൽക്കുവാണ്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം പറിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ കോവൽ പടർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോവയ്ക്ക് നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അതായത് അങ്ങോട്ട് പടർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുണ്ട് കാര്യം. പേരക്ക മരത്തുമ്പോൾ പേരക്കയും കഴിക്കാം, അതുപോലെ തന്നെ കോവലിനെ നമ്മൾ വളർത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ അതിൻ്റെ തോലിങ്ങനെ ചെത്തി തരാണ് കേട്ടോ. തോല് കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ കഴിക്കാം. പക്ഷേ ചിലവർക്ക് തോല് കളഞ്ഞ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തോല് വേണ്ടാത്തവർക്ക് അമ്മ തോലിങ്ങനെ കളഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തോല് ഇല്ലാണ്ടാണ് കഴിക്കുക. അപ്പോൾ അനിയനും തോലില്ലാണ്ടാണ് കഴിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ തോലായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ കഴിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലാന്റൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ തൈകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ നട്ട് വളർത്തണം കേട്ടോ. ഒരുപാട് തൈകൾ നട്ട് വളർത്തിയാൽ തന്നെ നമുക്ക് ഒരു ചെറിയ സ്പേസിൽ തന്നെ ഒരുപാട് പേരക്ക തൈകൾ നിങ്ങൾക്ക് നട്ട് വളർത്താൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം നമുക്ക് ഒത്തിരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴത്തേനും ഈ സെയിം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ ബോറടിക്കും ചിലപ്പം. ഒത്തിരി നമ്മളൊരു എന്താ പറയുക, കൊള്ളി കപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗം കാണിക്കും. പിന്നെ അത് മൊത്തത്തിൽ കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നടന്ന് കാണിക്കുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചായിട്ട് കാണിക്കുന്നത് കേട്ടോ.